നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ശ്രദ്ധേയമായ മുന്നേറ്റമാണ് ഈ വാരവും വിപണിയിൽ ഉണ്ടായത്. 7700 മുകളിലേക്ക് നിഫ്റ്റി എത്തി. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഈ വാരവും വിപണിയിൽ സജീവമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത 3 ദിവസം മാത്രമേ ഈ വാരത്തിൽ വിപണിയിൽ വ്യാപാരം നടന്നുള്ളൂ. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ഹോളിയും ദുഃഖവെള്ളിയും പോലും വിപണിക്ക് അവധിയായിരുന്നു. ഇനി തിങ്കളാഴ്ച മാത്രമാണ് വിപണി പ്രവർത്തിക്കുക. 3 ദിവസത്തെ വ്യാപാരം കൊണ്ട് മാത്രം ശ്രദ്ധേയമായ നേട്ടമുണ്ടായി എന്നതും ശ്രദ്ധേയമായ കാര്യം തന്നെ. മാർക്കറ്റ് വാച്ച് ആരംഭിക്കുകയാണ്. പതിവ് പോലെ ഹെഡ്ജ് ഇക്വിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. ഈ വാരം വിപണിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇടയാക്കിയ പ്രധാനപ്പെട്ട കാരണങ്ങൾ, വരുന്ന ആഴ്ചകളിൽ വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്നിവ ആദ്യം പരിശോധിക്കാം. തുടർന്ന് ഇരക്കാൻ ലഭിച്ച കത്തുകളിലേക്ക് നമുക്ക് പോകാം. 7700 മുകളിലാണ് നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഉണ്ടായത്. ശ്രദ്ധേയമായ ഒരു തിരിച്ചുവരവ് വിപണിയിൽ അനുഭവപ്പെടുന്നുണ്ട്. FI ആണെങ്കിൽ വീണ്ടും ആക്റ്റീവായി വിപണിയിൽ തുടരുന്നു. എന്തൊക്കെ അടിസ്ഥാന കാരണങ്ങളാണ് ഈ മുന്നേറ്റത്തിനുള്ളത്? പ്രധാന റീസൺ ഈ ബഡ്ജറ്റിന് ശേഷം വന്ന ഒരു പോസിറ്റീവ് മൊമെന്റം, അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിലുണ്ടായിരുന്ന റിക്കവറി, അതുപോലെ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ, പിന്നെ നേരത്തെ അഭിലാഷ് പറഞ്ഞ FIസിന്റെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. അപ്പോൾ FIസിന്റെ ഫ്ലോ വളരെ ആക്റ്റീവാണ്. ഈ വീക്കും 3 ദിവസം കൊണ്ട് തന്നെ 2500 crore നെറ്റ് ബൈയിങ് സൈഡിലേക്ക് FIs വന്നു. അതൊരു പോസിറ്റീവായിട്ടുള്ള മൂവ് തന്നെയാണ്. അതേപോലെ ഡൊമസ്റ്റിക് സെല്ലിംഗ് സൈഡിലാണ് പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലേക്ക് പോകുന്നു. പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ മാർക്കറ്റ് 7000, ഇപ്പോൾ മൺഡേ നമുക്കറിയാം 7728 ലെവൽ വരെ വന്നതിന് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലേക്ക് പോകുന്നു. അപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം മാർക്കറ്റ് അടുത്തൊരു വലിയ ടെക്നിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലാസ്റ്റ് 2 എപ്പിസോഡായിട്ട് പറയുന്ന 7750 ആൻഡ് 7800 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. അത് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം ലാസ്റ്റ് 1 മന്ത് ബജറ്റിന് ശേഷം ലാസ്റ്റ് 1 മന്ത് കൊണ്ട് നിഫ്റ്റിയിൽ തന്നെ 900 പോയിന്റ്സിന്റെ റൈഡാണ് സംഭവിച്ചത്. അത് പ്രധാനമായിട്ടും FIസിന്റെ ഒരു ഫ്ലോ കൊണ്ടും ഗ്ലോബൽ മാർക്കറ്റിലുണ്ടായ റിക്കവറി കൊണ്ടാണ്. അപ്പോൾ എല്ലാ സ്റ്റോക്കിലും ഇപ്പോൾ പബ്ലിക് സെക്ടർ, അതുപോലെ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിലും, അതുപോലെ മെറ്റൽ സെക്ടറിലൊക്കെ തന്നെ വളരെ ഷാർപ്പായുള്ള റാലി നമ്മൾ കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എനിക്ക് തോന്നുന്നു 25 to 30% പ്രോഫിറ്റ് ലാസ്റ്റ് ഈ 6825 നിന്നാണ് ഇപ്പോൾ 7729 വരെ മാർക്കറ്റ് ലാസ്റ്റ് വീക്ക് റൈഡ് ചെയ്ത്. അപ്പോൾ ഒരു 25-30% പ്രോഫിറ്റ് പല സ്റ്റോക്കിലും ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ലഭിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ മാർക്കറ്റിൽ ചെറിയ റിസ്ക് നിലനിൽക്കുന്നു. അതല്ല എങ്കിൽ വീണ്ടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏപ്രിലോട് കൂടി പോളിസി വരുന്നു. 25 ബേസിസ് പോയിന്റ് ആണ് മാർക്കറ്റ് പ്രതീക്ഷിച്ച് ഇപ്പോൾ ഡിസ്കൗണ്ട് ചെയ്തിരിക്കുന്നത്. അതിലുപരി ഒരു 50 ബേസിസ് പോയിന്റ് കട്ട് സംഭവിക്കുകയാണെങ്കിൽ മാർക്കറ്റ് 7800 എന്നുള്ള മാർക്ക് ബ്രേക്ക് ചെയ്ത് 8000 ലെവൽ വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ദെൻ 4th ക്വാർട്ടർ റിസൾട്ടാണ്. 3rd ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഈ റിസ്ക് നിലനിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത്, ഈ 3rd ക്വാർട്ടർ റിസൾട്ടുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 4th ക്വാർട്ടർ വരാനിരിക്കുന്ന റിസൾട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് മോശം റിസൾട്ട് വരാനാണ് സാധ്യത. അത് മാർക്കറ്റിൻ്റെ അടുത്തൊരു കറക്ഷനുള്ള റീസൺ ആയിരിക്കാം. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഇൻവെസ്റ്റേഴ്സ് 4th ക്വാർട്ടർ റിസൾട്ട് വളരെ ക്ലോസ് ആയിട്ട് തന്നെ വാച്ച് ചെയ്യണം. ദെൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പോളിസി, ഇത് രണ്ടും പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ മാർക്കറ്റിൽ ഫർദർ റൈഡ് സംഭവിക്കാം. പക്ഷേ എന്തായാലും നമ്മൾ ഇമ്മീഡിയറ്റ് നമ്മൾ അറ്റൻഷൻ പോകേണ്ടത് ഒന്ന് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്, അതോടൊപ്പം തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പോളിസി. അത് ഒരു 50 ബേസിസ് പോയിന്റിലേക്ക് വരികയാണെങ്കിൽ 8000 ലെവലിലേക്ക് മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. റിസൾട്ട്സിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും നമുക്കറിയാം കഴിഞ്ഞ തവണ Q3 ഏറ്റവും മോശമായത് പൊതുമേഖലാ ബാങ്കുകളായിരുന്നു. വലിയ തോതിലൊരു ബോട്ടം ലൈനിലേക്ക് സ്റ്റോക്കിൽ എത്തുകയും ചെയ്തു. പിന്നീട് റിക്കവറി ഉണ്ടായിട്ടുണ്ട്. ഇനി PSU ബാങ്കുകളിൽ ഒരു പക്ഷേ 4ാം പാദം കൂടുതൽ മോശമാകാനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയുന്നില്ല. ആ സെക്ടറിൽ എന്ത് സംഭവിക്കാനാണ് സാധ്യത? ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ റിസ്ക് നിലനിൽക്കുന്നുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ വലിയൊരു റൈഡ് തന്നെയാണ് സ്റ്റോക്കിലും. ഞാൻ പറഞ്ഞ പബ്ലിക് സെക്ടർ ബാങ്കുകൾ, പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ, അതുപോലെ മെറ്റൽ സെക്ടർ, ഈ സ്റ്റോക്കുകളിലാണ് പ്രധാനമായിട്ട് റൈഡ് സംഭവിച്ചത്. ഈ സ്റ്റോക്കിലൊക്കെ തന്നെ ചെറിയ രീതിയിൽ റിസ്ക് നിലനിൽക്കുന്നു. 4th ക്വാർട്ടർ റിസൾട്ട് മോശമാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ഒരു സെൽ ഓഫ് വരാനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മളുടെ പ്രധാനമായിട്ടും നമ്മുടെ ഫോക്കസ് പോകേണ്ടത് ഈ 4th ക്വാർട്ടർ റിസൾട്ടിലേക്കാണ്. അപ്പോൾ 4th ക്വാർട്ടർ റിസൾട്ട് ബാങ്കുകൾ, അതുപോലെ മെറ്റൽ, എല്ലാ സെക്ടറിലും വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് അതിനുശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. അതുപോലെ പ്രോഫിറ്റുള്ള പൊസിഷൻ എല്ലാം തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആയിരിക്കും. ദെൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ
ആ 50 ബേസിസ് പോയിന്റ് എന്നുള്ള കട്ട് മാർക്കറ്റിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും. അതേസമയത്ത് 25 ബേസിസ് പോയിന്റ് ആണെങ്കിൽ ഓൾറെഡി അത് ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ടെക്നിക്കലി മാർക്കറ്റിന്റെ 7,750 7,800 എന്ന് പറയുന്ന മേജർ ഒരു സെല്ലിംഗ് അല്ലെങ്കിൽ മേജർ റെസിസ്റ്റൻസ് ഏരിയയാണ്. ആ ലെവൽ ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്താൽ അനദർ 200 പോയിന്റ്സ് റൈഡ് അത് 8,000 ലെവലിലേക്ക് പോകാം. അത് ചിലപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനൗൺസ്മെന്റിന് ശേഷം വരുന്ന ആ ഡിസിഷൻ ആയിരിക്കാം മാർക്കറ്റിന്റെ ഫർദർ റൈഡ് തീരുമാനിക്കും. ഏപ്രിൽ 5-ന് വരാനിരിക്കുന്ന പുതിയ വായ്പാ നയം, ഒപ്പം തന്നെ ഏപ്രിലിൽ പുറത്തു വരാനിരിക്കുന്ന 4ാം പാത റിസൾട്ടുകൾ, ഇത് രണ്ടുമായിരിക്കും വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ഏപ്രിൽ മുതൽ ആ വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്നാണ് ഭുവനേന്ദ്രൻ പറഞ്ഞത്. ഈ ഇലക്കം ലഭിച്ച കത്തുകളിലേക്ക് നമുക്കിനി പോകാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഇലക്കം ലഭിച്ച കത്തുകളിലേക്ക് പോകുന്നു. ശ്രീ ശ്യാംലാലിന്റെ കത്താണ്. അദ്ദേഹത്തിന്റെ സ്റ്റോക്കുകൾ ലുപിൻ, സൺഫാർമ, ഫ്യൂച്ചർ കൺസ്യൂമർ എന്റർപ്രൈസസ്, രാഷ്ട്രീയ കെമിക്കൽ ആൻഡ് നെയ്വേലി ലിഗ്നൈറ്റ്. ലാസ്റ്റ് വീക്ക് കറക്റ്റ് ചെയ്ത സെക്ടറൊക്കെ തന്നെ 5% ഫാർമ സെക്ടറിലൊക്കെ തന്നെ കറക്ഷൻ നേരിട്ടിരുന്നു. ഒന്ന് ഗവൺമെന്റ് ബാൻ, ദെൻ ഡൽഹി ഹൈക്കോർട്ട് അത് ബാൻ ലിഫ്റ്റ് ചെയ്തു 2 വീക്സിൽ. പക്ഷേ ഇതിൻ്റെ ഒരു ഔട്ട്കം എന്താണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഫർദർ ഫാർമ സെക്ടറിൻ്റെ ഒക്കെ തന്നെ മൂവ്. ഇതിൽ ലൂപ്പിനെ സംബന്ധിച്ച് നെഗറ്റീവ് എന്ന് പറയുന്നത് CLSAയുടെ ഡൗൺഗ്രേഡ് ചെയ്താണ് അവരുടെ ഗോവ പ്ലാന്റിൽ ഉണ്ടായ US FDAയുടെ ഇൻസ്പെക്ഷൻ. അതിൻ്റെ റിസൾട്ട് അതിനനുസരിച്ചായിരിക്കാം ഫർദർ ലൂപ്പിന്റെ മൂവ്മെന്റ്. എന്തായാലും വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 1,440 ആണ്. ആ ലെവലിൽ ലാസ്റ്റ് വീക്ക് 1,500 വരെ വന്നിരുന്നു. അതിനുശേഷം ചെറിയ റിക്കവറി സ്റ്റോക്കിൽ സംഭവിച്ചു. ദെൻ 1,200. ഈ നെഗറ്റീവ് ന്യൂസുകൾ വരികയാണെങ്കിൽ 1,200 വരെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ അത് ഈ US FDAയുടെ തീരുമാനത്തിന് അനുസരിച്ച് മാത്രമേ അങ്ങനത്തെ ഒരു ആ 1,200 ലെവലിലേക്ക് ഈ സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ് ചെയ്യണമെങ്കിൽ US FDA ഡിസിഷൻ നെഗറ്റീവ് ആവുകയാണെങ്കിൽ ആ ഒരു ലെവലിലേക്ക് പോകാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്റ്റോക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു മൂവ് തന്നെയാണ്. 2,000 ആണ് സ്റ്റോക്കിൽ ഒരു ലോങ് ടൈം ടാർഗറ്റ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യാവുന്നത്. ദെൻ സൺഫാർമയും സെയിം തന്നെ. ആ സെക്ടറിൽ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ബാൻ ഓൾറെഡി ഈ ബാൻ ഓൾറെഡി ആ സെക്ടറിലൊക്കെ തന്നെ ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. അതാണ് ആ സെക്ടർ ഓവറോൾ 5% കറക്റ്റ് ചെയ്തു. 750 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ വീണ്ടും ഡൽഹി ഹൈക്കോടതി ഡിസിഷൻ 2 വീക്സിലാണ്. ഗവൺമെന്റ് ബാൻ വരികയാണെങ്കിൽ ഇവരുടെ പ്രോഫിറ്റബിലിറ്റി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഓവറോൾ എല്ലാ ഫാർമയിലും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അടുത്തൊരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 600 ആണ്. ഇപ്പോൾ 2 സ്റ്റേജായി ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ഡിസിഷൻ, അതുപോലെ ഈ സ്റ്റോക്കിന്റെ റിസൾട്ട്, ഇതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും അഡ്വൈസബിൾ. കാരണം ലാസ്റ്റ് 2 to 3 ഇയേഴ്സ് ഫാർമ സെക്ടർ വളരെ ഹ്യൂജ് റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് നൽകിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ആ ഒരു മൂവ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടൊരു കോഷ്യസ് അപ്രോച്ച് ആയിരിക്കും നല്ലത്. 1,000 ആണ് ഒരു ലോങ് ടൈം ടാർഗറ്റ്. എല്ലാം പോസിറ്റീവായി സംഭവിക്കുകയാണെങ്കിൽ, മാർക്കറ്റിൽ ഒരു റൈഡ് സംഭവിക്കുകയാണെങ്കിൽ 1,000 ലെവൽ വരെ പോകാനുള്ള സ്ട്രെങ്ത് സൺഫാർമയ്ക്കുണ്ട്. ദെൻ ഫ്യൂച്ചർ കൺസ്യൂമർ ആണ്. വാല്യുവേഷൻ ഫെയർ ആണ്. ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാവുന്ന സ്റ്റോക്കാണ്. 19 and 17 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 26 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ഒരു ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ സേഫ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് ഈ സ്റ്റോക്ക്. ദെൻ രാഷ്ട്രീയ കെമിക്കൽസ് ആണ്. ഒരു സീസണൽ പ്ലെയർ ആണ്. അത്രത്തോളം അഡ്വൈസബിൾ അല്ല. 30 and 25 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 65 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ നെയ്വേലി ലിഗ്നൈറ്റ് ആണ്. 60 and 48 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 100 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ഞാൻ ഈ 100 ടാർഗറ്റ് എന്ന് പറയുന്ന മാർക്കറ്റിൽ ഈ ഇയർ എൻഡോടുകൂടി ഇപ്പോൾ ഞാൻ പറഞ്ഞു 4th ക്വാർട്ടർ റിസൾട്ട് മോശമായിരിക്കും. എന്നാൽ ഫസ്റ്റ് സെക്കൻഡ് ക്വാർട്ടറും ചെറിയ രീതിയിൽ റിക്കവറി സ്റ്റാർട്ട് ചെയ്ത് 3rd ക്വാർട്ടർ റിസൾട്ടോട് കൂടി തന്നെ മാർക്കറ്റിലും ഓവറോൾ ഏർണിംഗ്സിലും തന്നെ നമുക്കൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കാണാൻ തുടങ്ങും. അത് മാർക്കറ്റിന്റെ ഫർദർ ആയിട്ട് തീരുമാനിക്കും. അത് വീണ്ടും മാർക്കറ്റ് ഈ വർഷം എൻഡോടുകൂടി മാർക്കറ്റ് പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി ഇപ്പോഴത്തെ രീതിയിൽ കാണുന്നുണ്ട്. കാരണം എക്കണോമിക് സിറ്റുവേഷൻ എല്ലാം തന്നെ ഇന്ത്യക്ക് അനുകൂലമാണ്, മാർക്കറ്റിന് അനുകൂലമാണ്. അപ്പോൾ ഒരു ക്ലീനിങ് പ്രോസസ്സ് ബാങ്കിങ് സെക്ടറിലും എല്ലാ സെക്ടറിലും അക്രോസ് ദ ബോർഡ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം തന്നെ പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് താനും. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ വിഘ്നേഷ് ചന്ദ്രന്റെ മെയിലാണ്. അദ്ദേഹത്തിന് അറിയേണ്ടത് വെൽസ്പൺ ഇന്ത്യ, ഈ സ്റ്റോക്ക് മാത്രമാണ് അദ്ദേഹത്തിന്റെ കൈവശമുള്ളത്. വെൽസ്പൺ ഇന്ത്യ ആവറേജ് ഫണ്ടമെന്റൽ സപ്പോർട്ട് ചെയ്യുന്നു. വീണ്ടും കറക്ഷൻ ഒരു 80 ലെവലിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കുക. 80 and 67 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 80 ലെവൽ വരികയാണ്. 80 ഒരു മേജർ സപ്പോർട്ട് ലെവൽ തന്നെയാണ്. കറക്റ്റ് ചെയ്ത ആ ഒരു ലെവലിലേക്ക് വരികയാണെങ്കിൽ ഫർദർ ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഒരു ആവറേജ് ചെയ്യുന്നത് നന്നായിരിക്കും. 120 ആണ് ലോങ് ടൈം ഈ സ്റ്റോക്കിന്റെ വെൽസ്പൺ ഇന്ത്യയുടെ ഒരു ലോങ് ടൈം ടാർഗറ്റ്. ആവറേജ് ഫണ്ടമെന്റൽ സപ്പോർട്ട് ചെയ്യുന്നു. ഇൻവെസ്റ്റ്മെന്റ് ഫർദർ ഇൻവെസ്റ്റ്മെന്റ് ഈ 80 ലെവൽ വരികയാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കുക.
അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ അനൂപിന്റെ മെയിലാണ്. അദ്ദേഹത്തിന്റെ സ്റ്റോക്കുകൾ ഐഡിയ, വണ്ടർല, മദേഴ്സൺ സുമി, ലുപിൻ, സൺഫാർമ, ഏഷ്യൻ പെയിന്റ്സ്, സി എന്റർടൈൻമെന്റ്, ABB, കജാരിയ, സ്നോമാൻ തുടങ്ങിയ സ്റ്റോക്കുകളാണ് അദ്ദേഹത്തിന് കൈവശമുള്ളത്. വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്. ഇതിൽ ഐഡിയ ഫണ്ടമെന്റലി സൗണ്ടാണ്. 185 രണ്ട് സപ്പോർട്ട് ലെവൽ, 140 മാർക്കറ്റ് ലോങ് ടൈം ടാർഗറ്റ് 140 ലെവൽ വരെ പോകാനുള്ള സ്ട്രെങ്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഐഡിയയ്ക്കുണ്ട്. മാർക്കറ്റിൽ ഓവറോൾ റിക്കവറി സംഭവിക്കുകയാണെങ്കിൽ. ദെൻ വണ്ടർലയാണ്, നമുക്ക് വളരെ ഫെമിലിയർ ആണ്. ഈ ഫോളിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തൊരു സ്റ്റോക്കാണ്. 350 ആൻഡ് 300 രണ്ട് സപ്പോർട്ട് ലെവൽ, 450 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. പലപ്പോഴും മാർക്കറ്റ് വെച്ച് റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്കാണ്. സ്റ്റേ ഇൻവെസ്റ്റഡ് എന്ന സ്ട്രാറ്റജി ആയിരിക്കും വണ്ടർലയിൽ നല്ലത്. ദെൻ മദേഴ്സൺ സുമി ഫണ്ടമെന്റലി സൗണ്ടാണ്. ചില നെഗറ്റീവ്സ് ഇപ്പോഴും ഈ സ്റ്റോക്കിനെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 200 ആൻഡ് 180 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. 340 ആണ് ലോങ് ടൈം ടാർഗറ്റ്. ദെൻ ഏഷ്യൻ പെയിന്റ്സ് ആണ് 800, അതുപോലെ തന്നെ 740 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. ഒരു ലോങ് ടൈം ടാർഗറ്റ് 1000 ആണ്. ദെൻ സി എന്റർടൈൻമെന്റ് ആണ് 350, 310 ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. കറന്റ് ലെവൽ പോലും ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. 450 ആണ് സ്റ്റോക്കിന്റെ ലോങ് ടൈം ടാർഗറ്റ്. ദെൻ KPIT എപ്പോഴും മാർക്കറ്റ് വാച്ച് റെക്കമെൻഡ് ചെയ്യുന്നു. വാല്യുവേഷൻ ഫെയർ ആണ്. ഈ റൈഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള 120 ആൻഡ് 100 രണ്ട് സപ്പോർട്ട് ലെവൽ, 200 ഒരു ലോങ് ടൈം ടാർഗറ്റ്. 200 എന്ന് പറയുന്ന ഒരു ലോങ് ടൈം ടാർഗറ്റ് തന്നെയാണ്. മാർക്കറ്റിൽ എല്ലാം നല്ല രീതിയിൽ സംഭവിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ റൈഡ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഷോർട്ട് ടൈം മാർക്കറ്റിൽ ചെറിയ രീതിയിലെങ്കിലും റിസ്ക് നിലനിൽക്കുന്നു. അതുകൊണ്ട് ഫോർത്ത് ക്വാർട്ടർ റിസൾട്ട്, RBIയുടെ പോളിസി, ഗ്ലോബൽ മാർക്കറ്റ്, ഇത് വളരെ വ്യക്തമായി റീഡ് ചെയ്തതിന് ശേഷം മാത്രമുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും അഡ്വൈസബിൾ. പുതുതായി മാർക്കറ്റിൽ വരാൻ തീരുമാനിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ദെൻ അരബിന്ദോ ഫാർമയാണ്. വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ പോലും ഫെയർ ആണ്. പക്ഷേ ഫാർമ സെക്ടറിൽ ഓവറോൾ നിലനിൽക്കുന്ന ഒരു നെഗറ്റീവ് ഈ സ്റ്റോക്കിലും ചെറിയ സെല്ലിംഗ് പ്രഷർ ക്രിയേറ്റ് ചെയ്യാം. 640 ആൻഡ് 550 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 900 ആണ് ഒരു ലോങ് ടൈം ടാർഗറ്റ്. ദെൻ ABB ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. നല്ല റിട്ടേൺ ഇൻവെസ്റ്റേഴ്സ് നൽകുന്ന വളരെ നല്ല മാനേജ്മെന്റ്. 1000 ആൻഡ് 840 വരാനുള്ള പോസിബിലിറ്റി മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ള സെല്ലിംഗ് വരികയാണെങ്കിൽ. ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട്, ഫോർത്ത് ക്വാർട്ടർ റിസൾട്ട് മോശമാവുക, RBIയുടെ പോളിസി നെഗറ്റീവ് ആവുക, ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം തന്നെ നെഗറ്റീവ് സോണിലേക്ക് പോവുക, FISന്റെ ഫ്ലോ നിൽക്കുക. ബജറ്റിന് ശേഷം കണ്ടിന്യൂസ് FIS ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് സൈഡിലാണ്. ആ ഒരു ഫ്ലോയിലാണ് മാർക്കറ്റിൽ 900 പോയിന്റ്സിന്റെ റൈഡ് നിഫ്റ്റിയിൽ സംഭവിച്ചത്. അപ്പോൾ വീണ്ടും FISന്റെ ഫ്ലോ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. കാരണം അതിൻ്റെ റീസൺ ഈ RBI പോളിസിയും ഈ ഫോർത്ത് ക്വാർട്ടർ റിസൾട്ടാണ്. ചിലപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുക. അതുകൊണ്ടാണ് ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുക എന്ന് ഞാൻ പറഞ്ഞത്. അതിൽ ABB അങ്ങനെ ഒരു സെല്ലിംഗ് വരികയാണെങ്കിൽ 840 ലെവൽ വരെ വരാം. പക്ഷെ അതൊരു ബൈയിങ് ലെവലായിട്ട് കൺസിഡർ ചെയ്ത് 1000 ഒരു മേജർ സപ്പോർട്ട് ലെവൽ തന്നെയാണ്. ദെൻ കജാരിയ ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. 830 ആൻഡ് 720 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 1100 ആണ് സ്റ്റോക്കിൽ ഒരു മേജർ ടാർഗറ്റ്. ദെൻ സ്നോമാൻ ചെറിയ നെഗറ്റീവ് മാനേജ്മെന്റ് ലെവലിൽ നിലനിൽക്കുന്നു. ലാസ്റ്റ് റിസൾട്ട് മോശമായിരുന്നു. പക്ഷേ ഒരു ലോങ് ടൈം വ്യൂവിൽ ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. 50 ആൻഡ് 40 രണ്ട് സപ്പോർട്ട് ലെവൽ, 80 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു ടാർഗറ്റ്. ഈ പോർട്ട്ഫോളിയോ എല്ലാ സ്റ്റോക്കുകളും ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഒരു 7800 വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ദെൻ അത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ 8000 ലെവൽ വരുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആയിരിക്കും. ദെൻ അതിനുശേഷം ഒരു റീ എൻട്രി ചെയ്യുന്ന സ്ട്രാറ്റജി ആയിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാർക്കറ്റിൽ നല്ലത്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത മെയിലിലേക്ക് പോകുന്നു. ശ്രീ അഹമ്മദ് ഹാഫീസിന്റെ മെയിലാണ്. അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ നൽകിയിരിക്കുന്നു. BHEL, ക്രോംപ്ടൺ ഗ്രീവ്സ്, RS സോഫ്റ്റ്വെയർ, ടെക് മഹീന്ദ്ര, ഐഡിയ, സ്നോവാൻ, PTC, ടാറ്റ മോട്ടോഴ്സ്, ഹിൻഡാൽകോ, ഡിഷ് TV, അദാനി തുടങ്ങിയ സ്റ്റോക്കുകളെ കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത് വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്. എല്ലാ സ്റ്റോക്കുകളും ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഇതിലാദ്യം BHEL ആണ്. BHEL ചെറിയ റിസ്ക് നിലനിൽക്കുന്നു. കാരണം ഒരു റൈഡ് സംഭവിച്ചു. വീണ്ടും ഒന്ന് കറക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. 180 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 160 ആണ് ലോങ് ടൈം ടാർഗറ്റ്. ദെൻ ക്രോംപ്ടൺ ഗ്രീവ്സ് സ്പ്ലിറ്റ് ചെയ്തു. 44 ആൻഡ് 40 രണ്ട് സപ്പോർട്ട് ലെവൽ, 55 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ RS സോഫ്റ്റ്വെയർ ആണ്. 75 ആൻഡ് 60 രണ്ട് സപ്പോർട്ട് ലെവൽ, 115 ആണ് ലോങ് ടൈം റെസിസ്റ്റൻസ്. ദെൻ ടെക് മഹീന്ദ്ര ഇപ്പോഴത്തെ വാല്യുവേഷൻ ഒരു ഫെയർ ആണ്. IT സെക്ടറിലൊക്കെ തന്നെ ഇപ്പോഴും ഫ്രണ്ട് റൺ IT സ്റ്റോക്കൊക്കെ തന്നെ ഒരു ഹയർ വാല്യൂവിലാണ് മൂവ് ചെയ്യുന്നത്.
കറക്ഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. 440 ആൻഡ് 380 രണ്ട് സപ്പോർട്ട് ലെവൽ. ആ ലെവൽ വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 560 ആണ് ഇമ്മീഡിയറ്റ് ടാർഗറ്റ്. ദെൻ PTC ആണ്, ഫണ്ടമെൻ്റലി സൗണ്ടാണ്, ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 60 ആൻഡ് 50. 75 ആണ് റെസിസ്റ്റൻസ്. ദെൻ ടാറ്റ മോട്ടോഴ്സ് ആണ്, വളരെ നല്ല റൈഡ്, നല്ല റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് നൽകി. വീണ്ടും ഈ റൈഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഷോർട്ട് ടൈം വ്യൂവിൽ ഈ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ സംഭവിക്കാം. അതുകൊണ്ട് പ്രോഫിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ 7,800ഉം 8,000ഉം വളരെ ക്ലോസായി വാച്ച് ചെയ്യുക. അതിനുശേഷം മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുന്ന ഒരു ട്രെൻഡ് സംഭവിക്കുകയാണെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് പോകുന്നത് നന്നായിരിക്കും. അപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ലോങ് ടൈം വ്യൂവിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. 340 ആൻഡ് 280. ഈ 280 എന്ന് പറയുന്ന മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ള സെല്ലിംഗ് സംഭവിക്കുകയാണ്, വീണ്ടും റീടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത. അതാണ് ഞാൻ 280 എന്ന് പറയുന്നത്. അതേസമയത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. 425 ആണ് സ്റ്റോക്കിൽ ഒരു ലോങ് ടൈം ടാർഗറ്റ്. ദെൻ ഹിൻഡാൽകോ 80 ആൻഡ് 70. ഇപ്പോഴത്തെ വാല്യൂഷനിൽ പോലും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. മൊമെൻറ്റം വളരെ പോസിറ്റീവാണ് മെറ്റൽ സെക്ടറിലൊക്കെ തന്നെ. 80 ആൻഡ് 71. 102 ആണ് ഇമ്മീഡിയറ്റ് ടാർഗറ്റ്. 102 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഷോർട്ട് ടൈം വ്യൂവിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് അഡ്വൈസബിൾ ആയിരിക്കും. ദെൻ പ്രകാശ് ഇൻഡസ്ട്രീസ് ആണ്, ആവറേജ് ഫണ്ടമെൻ്റൽസ് 26 ആൻഡ് 1940 ആണ് ടാർഗറ്റ്. ദെൻ ഡിഷ് TV ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 80 ലെവൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. ദെൻ 65. 80 ആൻഡ് 65 എന്ന് പറയുന്ന വലിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ 80 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഓവറോൾ നെഗറ്റീവ് സോണിലേക്ക് പോവുകയാണെങ്കിൽ 65 വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 105 ആണ് ലോങ് ടൈം ടാർഗറ്റ്. ദെൻ അദാനി എൻ്റർപ്രൈസസ് ആണ്, വാല്യുവേഷൻ ഫെയർ ആണ്, ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 65 ആൻഡ് 58 രണ്ട് സപ്പോർട്ട് ലെവൽ. 90 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. മാർക്കറ്റ് വാച്ചിന്റെ ലക്കം അവസാനിക്കുകയാണ്. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. investment@asiannews.in എന്ന ഇമെയിൽ വിലാസത്തിലാണ് അയക്കേണ്ടത്. ഹെഡ്ജ് ഇക്വിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. മാർക്കറ്റ് വാച്ചിനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.